ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മളിന്ന് ഗൈഡൻസ് മെസ്സേജിലേക്ക് കടക്കാം. ഓക്കെ, 2 പൈൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് സിറ്റുവേഷൻസ് നിങ്ങളുടെ ഒരു ഇതിന് മാറി എന്താ പറയുക, വേറെ വേറെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2 പൈലിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ കുറച്ച് നമുക്ക് ഡിഫറെൻറ്റ് മെസ്സേജസ് കിട്ടാനുള്ള സാധ്യതയല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കാൻ. പൈൽ 1 ക്ലിയർ കോഡ്സ് ഏഞ്ചലാണ്. ഓക്കെ, ആൻഡ് പൈൽ 2 7 ചക്ര ഏഞ്ചലാണ്. ഓക്കെ, 7 ചക്രയുടെ ആണ് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലേശം ഇരുട്ടായിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ പൈൽ 1 പൈൽ 2 ഉണ്ട്. ഞാൻ കാർഡ്സ് എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് റീഡ് ചെയ്യാം പെട്ടെന്ന്, അതായിരിക്കും എളുപ്പം കുറച്ചുകൂടി. ഓക്കെ ഓക്കെ 1 2 and 3. ഓക്കെ, ബോട്ടം ഓക്കെ, നമുക്കിവിടെ അതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഓക്കെ, ക്യൂരിയോസിറ്റി. ഓക്കെ, അഡ്വൈസും കൂടി എടുത്തു വെച്ചേക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഗൈഡൻസ് മെസ്സേജ് യൂണിവേഴ്സിൻ്റെ എന്താണ് 3 എടുക്കാം അല്ലേ. എന്താണ് ഗൈഡൻസ് മെസ്സേജ്? ഓക്കെ, നമുക്ക് പൈൽ 1 നിന്ന് തുടങ്ങാം. ഓക്കെ, പൈൽ 1 ക്ലിയർ കോഡ്സ് ചൂസ് ചെയ്തവർക്ക് നമുക്ക് എന്താണ് മെസ്സേജ് വരുന്നത് നോക്കാം. ആദ്യം എനർജി എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് വരുന്നത് 2 ഓഫ് കപ്സ് ആണ്. പാർട്ട്ണർഷിപ്സിനെ കുറിച്ചാണ് പറയുന്നത്. നൈറ്റ് ഓഫ് വാൻഡ്സ് ആൻഡ് 6 ഓഫ് സോഡ്സ് ആണ്. ഒന്ന് ഇവിടെ ആക്ച്വലി നമ്മൾ റിലേഷൻഷിപ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പാർട്ട്ണർഷിപ്പ് വരും. അതായത് ഒരു ലൈഫ് പാർട്ട്ണർ എന്ന രീതിക്ക് പറയാം, സോൾമേറ്റ് എന്ന രീതിക്ക് പറയാം, സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ. ആക്ച്വലി ഇതിവിടെ യാത്രയുടെ കാര്യം ഞാൻ പറയാൻ വരികയാണ്. ഇവിടെ പുറത്ത് എനിക്ക് ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സോ യാത്ര. ഓക്കെ, നിങ്ങളുടെ ഏതെങ്കിലും പാർട്ട്ണർ അല്ലെങ്കിൽ ഫ്രണ്ടുമായിട്ട് ഒരു യാത്ര പോകാനുള്ള സാധ്യതയാണ്. ചിലപ്പോൾ വെറുതെ ഒരു ട്രിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ ട്രിപ്പ് ആയിരിക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ, അങ്ങനെ ഒരു പുതിയ തുടക്കത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും യാത്ര പോണ്ടി വന്നേക്കാം, എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കുക, മീൻസ് മനസ്സിലാക്കാൻ, എന്തെങ്കിലും ചെയ്യാൻ, അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ബിസിനസ് ട്രിപ്പ് പോലെ എന്ന് പറയാം. ചിലവർക്ക് അങ്ങനെ ആയിരിക്കാം. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു പാർട്ട്ണറിൻ്റെ കൂടെ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ഒരു യാത്ര പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, നിങ്ങൾ തമ്മിലൊരു നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യും എന്നൊക്കെ പറയാം. അങ്ങനെ 2 രീതിയിലും പറയാം. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളെ ഒരു എന്താ പറയുക കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ചില പ്രിപ്പറേഷൻ ചെയ്യാനായിരിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മളിത് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ എന്താ പറയുക ബിസിനസ്സൊക്കെ പിടിക്കാൻ നമ്മൾ ആൾക്കാരെ കാണാൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിന് വേണ്ടി ചിലപ്പോൾ യാത്ര ആയിരിക്കും. എന്തായാലും ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പും ഒരു യാത്രയും കാണുന്നുണ്ട്. സമാധാനം വരും എന്നും പറയാം, പീസ് വരും എന്നും പറയാം. ജസ്റ്റ് വെറുതെ റിലാക്സിങ് ഒരു ടൈമിന് വേണ്ടിയിട്ടായിരിക്കാം. ജസ്റ്റ് ഒരു സമാധാനപരമായ ഒരു എന്താ പറയുക നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിരിക്കാം. ചിലവർക്ക് നിങ്ങൾക്കൊരു സമാധാനം കിട്ടും, പീസ് കിട്ടും, നിങ്ങളുടെ ലൈഫ് പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെ പറയാം. ഈ ഒരു പാർട്ട്ണർഷിപ്പിന്റെ കൂടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ബിസിനസ് ആയാലും ശരി സ്മൂത്ത് ആയിട്ട് പോകും മുന്നോട്ട് എന്ന് പറയാം. എല്ലാ റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരു കുറച്ച് മേ ബി ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ വരുമ്പോൾ ക്ലിയർ കമ്മ്യൂണിക്കേഷനൊക്കെ വരും, അങ്ങനെയും പറയാം. നിങ്ങൾ തമ്മിൽ ഒരു പാർട്ട്ണറുമായിട്ട്, അതും സെയിം തിങ്, ബിസിനസ് ആയാലും നമ്മുടെ ലൈഫിലായാലും നിങ്ങളൊരു പാർട്ട്ണറുമായിട്ട് മേ ബി നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, സംസാരങ്ങൾ, കാര്യങ്ങൾ, എന്തെങ്കിലും ക്ലിയർ കമ്മ്യൂണിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് സോൾവ് ആയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നും പറയാം. മോസ്റ്റ്ലി എനിക്കിവിടെ ഒരു യാത്രയുടെ ഫീൽ വരുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു ജസ്റ്റ് ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, ഒരു പാർട്ട്ണറിന്റെ കൂടെ ഒരു യാത്രയുടെ കാര്യമായിരിക്കാം. ആൻഡ് ഇവിടെ unmarked trail, whale song resonating, and stars in the sky, limitless possibility. Actually നിങ്ങൾ പോസിബിലിറ്റീസ് തിരഞ്ഞു പോകുന്നതായിരിക്കാം. അത് ഞാൻ പറഞ്ഞ പോലെ ബിസിനസിന്റെ കാര്യത്തിന് നിങ്ങൾക്ക് എങ്ങനെ അതിനെ വളർത്താം, ഗ്രോ ചെയ്യാം, എങ്ങനെ നമ്മൾ ക്ലയൻസിനെ അപ്രോച്ച് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാൻ, ആ രീതിക്കൊക്കെ ആയിരിക്കാം. നിങ്ങൾക്ക് എന്തായാലും പോസിബിലിറ്റീസ് ഉണ്ട്. ഈവൻ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ ബെറ്റർ ആക്കാൻ വേണ്ടി നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കാം. എങ്ങനെയാണ് നിങ്ങൾക്കൊരു ലൈഫ് ബെറ്റർ ആക്കാൻ പറ്റുക, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ബെറ്റർ ആക്കാൻ പറ്റുക എന്നൊക്കെ നോക്കാനായിരിക്കാം. റെസനേറ്റിംഗ് എന്നുണ്ട്.
വെയിൽ സോങ്. ആക്ച്വലി ഈ വെയിലിന്റെ സൗണ്ട് നമ്മൾ പറയാറുണ്ട് എന്നിട്ട് അതിങ്ങനെ എക്കോ പോലെ വരുമെന്ന്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മള് അതിങ്ങനെ ദൂരെ വരെ കേൾക്കും എന്ന രീതിക്ക് പറഞ്ഞു കേൾക്കാറുണ്ട്. സോ ഇതും പക്ഷെ കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് കാണുന്നത്. ഇതും ഒരു കടൽ അല്ലെങ്കിൽ ആ ഒരു ബോട്ടിൽ യാത്ര എന്ന രീതിക്കാണ്. സോ മേ ബി ആ ഒരു ട്രാവലിനെ കുറിച്ചായിരിക്കാം. ചിലവർക്ക് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും, റെസനേറ്റ് ആവും എന്ന് പറയാം. നിങ്ങൾ ഈ ഒരു ട്രിപ്പിൽ പല കാര്യങ്ങളും മനസ്സിലാക്കുമായിരിക്കാം. ഓക്കെ, അൺമാർക്ഡ് ട്രെയിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ അഗെയിൻ യാത്രയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഒരു യാത്ര പോകുന്നതായിട്ട് ഒരു ട്രിപ്പ് എന്ന് പറയുന്നില്ല, ഇത് ആക്ച്വലി നിങ്ങൾ പോകുന്ന വഴി. ഓക്കെ, ആ വഴി നിങ്ങൾക്ക് അറിയാത്തൊരു വഴിയായിരിക്കാം. മേ ബി വെയിലിന്റെ സൗണ്ട് ഫോളോ ചെയ്തു ഇനി അങ്ങനെ വലുതൊക്കെ ഉണ്ടോ എന്തോ ഷിപ്പിന്റെ ഒക്കെ കാര്യത്തിൽ ഒന്ന് അന്വേഷിച്ച് നോക്കുക കൂടുതൽ അറിയണമെങ്കിൽ. ഓക്കെ, ആൻഡ് സ്റ്റാർസിനെ ഫോളോ ചെയ്യുന്ന പോലെ. ഓക്കെ, സ്റ്റാർസ് ഫോളോ ചെയ്ത് നിങ്ങൾ പോവുക. അതായത് നമ്മൾ പറയില്ലേ നോർത്ത് സ്റ്റാറിനെ ഫോളോ ചെയ്ത് പോയാൽ നമുക്ക് എത്തേണ്ട അവിടെ എത്തും എന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ. സോ അങ്ങനെ വലുതുമായിരിക്കാം. എന്തായാലും ഇവിടെ ഒരു നിങ്ങൾ പോകുന്ന പാതയെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അറിയാത്ത ചില വഴിയിൽ ഇറങ്ങി പുറപ്പെട്ടതായിരിക്കാം. അതിലും പക്ഷെ സക്സസ് വരും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിലും നിങ്ങൾക്ക് നല്ലൊരു ഐ തിങ്ക് എന്തോ ഒരു അച്ചീവ് ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ 61 നമ്പർ, 61, 51, 57. അപ്പൊ 7 ആവാം, 6 ആൻഡ് 57, 12 അല്ലേ? 12. എനിക്ക് വിരലെടുക്കണം ഞാൻ ചില സമയത്ത്. ഓക്കെ, 12, അപ്പോൾ 3 അല്ലേ? ഇതൊക്കെയാണ് നമ്പേഴ്സ്. ഇവിടെ കൂടുതലും എനിക്ക് ഇവിടെ പാർട്ട്ണർഷിപ്സ്, യാത്ര എന്ന രീതിയിലൊക്കെയാണ് തോന്നുന്നത്. ഫസ്റ്റ് പൈലിന് ഓക്കെ, നിങ്ങളുടെ ഗൈഡൻസ് മെസ്സേജിൽ നിങ്ങൾക്ക് ഐ തിങ്ക് ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങളിത് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവാം. ഓക്കെ, മേ ബി ഇപ്പം അല്ലെങ്കിൽ വരും എന്ന് പറയാം. ഓക്കെ, സോ പൈൽ 1, പൈൽ 2 നോക്കാം നമുക്ക്. ഗൈഡൻസ് എന്താണ് നിങ്ങളുടെ എനർജീസ്? ആദ്യം നൈറ്റ് ഓഫ് കപ്സ്, 8 ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് കപ്സ്. ഇതും ഒരു കമ്മ്യൂണിക്കേഷൻ യാത്ര എന്നൊക്കെ പറയാം. നൈറ്റ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ്. എയ്റ്റ് ഓഫ് കപ്സ് ആക്ച്വലി എയ്റ്റ് ഓഫ് വാൻസ് നമ്മൾ പറയുന്നത് ഒരു ഫാസ്റ്റ് മൂവിങ്ങിന്റെ കാര്യമാണ്. ഒരു പെട്ടെന്ന് ചില മാറ്റങ്ങൾ, പെട്ടെന്ന് ചില കാര്യങ്ങൾ നടക്കും. ഓക്കെ, വിചാരിക്കാതെ ചില ചേഞ്ചസ് എന്ന് പറയാം. ആക്ച്വലി നൈറ്റ് ഓഫ് കപ്സ് അഗെയിൻ ഇവിടെ കൂടുതലും ഇതെന്താണ് റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്ത് വന്നതെന്നറിയില്ല. ഇമോഷൻസിനെയാണ് കാണിക്കുന്നത്, അത്ര പറയാം ഞാൻ. ഓക്കെ, റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിലും ഇമോഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു ഇമോഷണൽ ഓഫർ വരും എന്ന രീതിക്ക്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഓഫർ കിട്ടാം. ഓക്കെ, ഇമോഷണൽ അവരുടെ ഒരു എക്സ്പ്രഷൻ ലൈക്ക് കമ്മ്യൂണിക്കേഷൻ വരാം. കാര്യങ്ങൾ അവർ നിങ്ങളോട് എന്തെങ്കിലും ക്ലിയർ ആയിട്ട് പറയാൻ സാധ്യതയുണ്ട്. ആൻഡ് ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്. ക്വീൻ ഓഫ് കപ്സ് പറയുമ്പോൾ നിങ്ങൾ വളരെയധികം നിങ്ങൾ അങ്ങോട്ട് കെയർ കൊടുത്തിട്ടുണ്ടാവും. സോ അത് നിങ്ങൾക്ക് തിരിച്ചും മേ ബി നിങ്ങൾ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കാം. നിങ്ങൾ ആരോടെങ്കിലും ഇഷ്ടമുള്ള ഒരു വ്യക്തി ഓക്കെ നിങ്ങളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നു എന്ന രീതിയിൽ നമുക്ക് പറയാം. അവർ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേഷൻ വരും എന്ന് പറയാം. ഓക്കെ, നോ കോൺടാക്ട് ഒക്കെ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് ഒരു കോൺടാക്ട് വരാം. ഇവിടെ 2 പൈലും എന്ന് കൂടുതലും ഒരു റിലേഷൻഷിപ്പിനെ ഇതാക്കി, എന്താണെന്നറിയില്ല. ഓക്കെ, അല്ല നമ്മളിത് നോർമലായിട്ട് പറയുകയാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് മേ ബി ഒരു ജോലി ഓഫർ, കരിയറിന്റെ ഓഫർ, അങ്ങനെയൊക്കെ ആയിരിക്കാം. എന്തെങ്കിലും ഒരു ഓഫർ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ, തുടങ്ങാൻ, അതിനുള്ള ഒരു ഓഫർ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു യാത്ര, അഗെയിൻ യാത്രയുടെയാണ് പറയുന്നത്. യാത്രയുടെ ഒരു കാര്യം, എന്തെങ്കിലും മെസ്സേജസ് വരാം നിങ്ങൾക്ക്. യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വരാം. ഒരു ഫാസ്റ്റ് മൂവിങ്, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സഡൻ മൂവ്മെന്റ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് കുറെ വെയിറ്റ് ചെയ്തിരുന്ന മേ ബി പെട്ടെന്നായിരിക്കും ചിലപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ലൈഫിൽ ആക്ച്വലി കുറെ ഫാസ്റ്റ് മൂവ്മെന്റ് വരുന്നു എന്ന് പറയാം. നൈറ്റ് ഓഫ് കപ്സ് കഴിഞ്ഞ് ക്വീൻ ഓഫ് കപ്സ് പറയുമ്പോൾ നിങ്ങൾ വളരെയധികം, നിങ്ങളും കെയറിംഗ് പേഴ്സൺ ആണ്. നിങ്ങൾ വളരെ ഇമോഷണൽ പേഴ്സൺ ആയിരിക്കാം, കെയറിംഗ് പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾ ഒരുപാട് ഓവർ ഗിവിങ് അങ്ങനത്തെ ആണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു വാർണിംഗ് ഉണ്ടാവാം, സൂക്ഷിക്കാം. ഒരുപാട് ഓവർ ഗിവിങ് ആവരുത് എപ്പോഴും. നിങ്ങൾ അവനവനെ സ്നേഹിക്കുക എന്ന് കൂടി പറയാം. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിക്കാം. മേ ബി അങ്ങനെ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അവനവനെ സ്നേഹിക്കുന്ന ഒരു ഇത് ഫീൽ കൂടി വരുന്നുണ്ട്. അപ്പൊ അവനവന്റെ കെയറിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം, നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും യാത്ര പോകാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാനോ ഇവിടെ അങ്ങനത്തെ കാര്യങ്ങൾ മേ ബി ഇവിടെ പോസിബിൾ ആണ്. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫർ വരുമെന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അവനവനെ കെയർ ചെയ്യുന്നു എന്നും പറയാം. ഓക്കെ, രണ്ടും ഓൾമോസ്റ്റ് ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ലക്ഷണം തോന്നി. വുഡ് വൈഫ്സ്, adaptability, tidy house, clarity and organization,
പെർഫെക്റ്റ് സ്റ്റോം, ദ കറേജ് ടു സ്റ്റെപ്പ് ഇൻ ടു ലൈഫ്. ഓക്കെ, ഇത് ആക്ച്വലി ഫാസ്റ്റ് മൂവ്മെന്റ് കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. പെട്ടെന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുവാണെങ്കിൽ ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഒരു കറേജ് ആവശ്യമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങളെ മുന്നോട്ട് ചെയ്യാൻ ഒരു കറേജ് ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. എന്തെങ്കിലും സ്റ്റോം വന്നാലും നിങ്ങൾ ഓക്കെ ആയിരിക്കും, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നും പറയാം. കാരണം ഇവിടെ 4-4 ഉണ്ട്. 4-4 നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സിന്റെ ഇത് പറയും. ഗുഡ് വൈസ് അഡാപ്റ്റബിലിറ്റി, യെസ്, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ മേ ബി പെട്ടെന്നായിരിക്കാം ചില ചേഞ്ചസ് വരുന്നത്. സോ അതുകൊണ്ട് നിങ്ങളോട് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും നിങ്ങൾക്ക് ലൈഫിൽ. കാര്യങ്ങൾ ഒരു മാറ്റം വരുന്ന രീതിക്ക്. ഓക്കെ, ആൻഡ് ടൈഡി ഹൗസ് ഉണ്ട്, ക്ലാരിറ്റി ആൻഡ് ഓർഗനൈസേഷൻ. ശരിക്കും ഈ ഒരു കാർഡുമായിട്ട് റെസനേറ്റ് ചെയ്യും. കാരണം ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മ അല്ലെങ്കിൽ ഒരു വൈഫ് അല്ലെങ്കിൽ അങ്ങനെ രീതിക്കൊക്കെ നമ്മൾ പറയും അല്ലേ, അല്ലെങ്കിൽ വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, നമ്മൾ ഒരു ഫാമിലി പേഴ്സൺ, വീട്ടിൽ എല്ലാം ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഒക്കെ പറയുമ്പോൾ, അപ്പോൾ മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലീനിങ്ങിന്റെ വല്ലതും ഒരു ഇത് തോന്നാം, ദറ്റ് എല്ലാം ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് തോന്നാം. അത് ആക്ച്വലി വീട് മാത്രമല്ല കേട്ടോ, ആക്ച്വലി മൈൻഡും. ഓക്കെ, മൈൻഡും കൂടി നമ്മൾ ഒരു ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ. നിങ്ങളുടെ മൈൻഡിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ക്ലാരിറ്റി വരും എന്നും പറയാം 8 of Wands. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാരിറ്റി നിങ്ങൾക്ക് വരും. ഓക്കെ, അതും ഇവിടെ പറയാം നമുക്ക്. സോ ഇവിടെ ചില ഓർഗനൈസേഷൻ, അതായത് നിങ്ങൾക്ക് ആ ക്ലാരിറ്റി കിട്ടുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിലാവും നിങ്ങൾക്ക് അല്ലേ. അപ്പോൾ ആ മനസ്സിലാവുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾ ഒരു അഡാപ്റ്റബിലിറ്റി നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന്. കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ലൈഫിൽ ചില അഡ്ജസ്റ്റ്മെന്റിന്റെ സമയം വേണ്ടി വന്നേക്കാം. ബിക്കോസ് ഇവിടെ പെട്ടെന്നൊരു മൂവ്മെന്റ്, ഒരു മാറ്റങ്ങൾ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് കാർഡ് കാണുമ്പോൾ. സോ ആ രീതിക്ക് ഒരു അഡാപ്ഷൻ, ചിലപ്പോൾ വീട് മാറുന്ന, ഓക്കെ, ചിലപ്പോൾ വീട് മാറുന്ന കാര്യമായിരിക്കാം. ഓക്കെ, ചിലവർക്ക് അങ്ങനെയും പറയാം. നിങ്ങൾ ആരെങ്കിലും വീട് മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മേ ബി അതിന്റെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ക്വീൻ ഓഫ് കപ്സ് ഒക്കെ നമുക്ക് വന്നത്. അപ്പോൾ ഒരു ഇമോഷണൽ, നമ്മൾ അറ്റാച്ച്മെന്റിന്റെ കാര്യം പറയും അല്ലെ. യെസ്, ഒരു സ്റ്റോം എന്നും പറയാം ഇതിനെയും. ആക്ച്വലി മേ ബി ഈ ഒരു മൂവ്മെന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ ഒരു മാറ്റം വളരെ ഹെക്ടിക് ആയിരിക്കും അല്ലെ. ഹെക്ടിക് ആയിരിക്കും, കാര്യങ്ങൾ മാറ്റേണ്ടി വരും, സ്ഥലം മാറല്, വീട് മാറല് ഒക്കെ നല്ല പണിയും കാര്യങ്ങളും ആയിരിക്കും. സോ ഒരു സ്റ്റോം ഉണ്ടാവും. പക്ഷെ ആ ഒരു മാറ്റം മേ ബി നല്ലതിനാണ് എന്നായിരിക്കും. കാരണം കുറെ ക്ലിയർ ചെയ്ത് കിട്ടും നമുക്ക്. ഇങ്ങനെ വീടൊക്കെ മാറുന്ന സമയത്ത് നമ്മൾ പഴയത് കുറെ കളയും അല്ലെ. നിങ്ങൾ പഴയത് കുറെ കളയാനുണ്ടാവും. അതിപ്പോ മൈൻഡിൽ നിന്നായാലും ലൈഫിൽ നിന്നായാലും ഓക്കെ, ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്താനുണ്ടാവും. ഇവിടെ ഇത് രണ്ടും തമ്മിൽ എനിക്ക് തോന്നുന്നതാകെ ഒന്ന്, നിങ്ങൾക്കൊരു പാർട്ട്ണറിന്റെ ഓഫർ വരാം എന്ന രീതിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജോലിയുടെയോ കരിയറിന്റെയോ ഈവൻ എന്തെങ്കിലും ആ തരത്തിലൊരു ഓഫർ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് അത് നിങ്ങളെ വല്ലാതെ നല്ലോണം സന്തോഷമാക്കും എന്നും പറയാം. ഓക്കെ, നിങ്ങൾ വളരെ ഹാപ്പി ആവും. ഐ തിങ്ക് നിങ്ങൾ ഒരു സ്റ്റോം വരുവാണെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുവാണെങ്കിലും ഐ തിങ്ക് നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഐ തിങ്ക് നിങ്ങൾ മുന്നോട്ട് നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചറാണ് പറയാൻ പറ്റുന്നത്. ഓക്കെ, നമ്പർ 1 ആണ്. സോ പുതിയ തുടക്കങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ വീട് മാറ്റം, സ്ഥലം മാറ്റം അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ യെസ്, ചില അഡ്ജസ്റ്റ്മെന്റ്സ് വേണ്ടി വരും. പക്ഷെ നിങ്ങൾക്ക് നല്ലതിനാണ്. ഓക്കെ, ചിലവർ വീട് കെട്ടുന്ന കാര്യമായിരിക്കാം, വാങ്ങുന്ന കാര്യമായിരിക്കാം, മാറുന്ന കാര്യമായിരിക്കാം, എന്തും ആവാം. ഓക്കെ, സോ അതൊക്കെയാണ് ഇവിടുത്തെ മെസ്സേജ് ഇന്നത്തെ. രണ്ട് ഡിഫറെന്റ് പൈൽ. ഓക്കെ, ഇവിടെ നമ്പേഴ്സ് 44 ഞാൻ നേരത്തെ പറഞ്ഞു, ആൻഡ് 64 and 1. ഓക്കെ, 1 എന്തായാലും ഉണ്ട്. 64 അഗൈൻ 10 ആണ്. 10ഉം 1 ആണ് കേട്ടോ. 1-1. അപ്പൊ ന്യൂ ബിഗിനിങ്, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഓൾറെഡി നിങ്ങൾ മാറാൻ ആലോചിക്കുന്നുണ്ടാവാം. വീട് മാറല്, സ്ഥലം മാറൽ എന്തെങ്കിലും ഉണ്ടാവാം, അതിനെക്കുറിച്ചായിരിക്കാം. ഓക്കെ, ആൻഡ് 44 പറയുമ്പോൾ 8ഉം ഉണ്ട് അല്ലെ. 8 പറയുമ്പോൾ സ്റ്റെബിലിറ്റി, വീടിന്റെ ഫാമിലി. 4ഉം സ്റ്റെബിലിറ്റിയുടെ കാര്യമാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഫാമിലി സ്റ്റെബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ വരും. നിങ്ങൾ ഈ ഒരു റോളിലേക്ക് വരും എന്നും ആയിരിക്കാം. ക്വീൻ ഓഫ് കപ്സിന്റെ റോളിൽ വരും. നിങ്ങളൊരു അമ്മ ആവണമെന്നില്ല. ഇപ്പം മെൻ വാച്ചിങ് ആണെങ്കിൽ നിങ്ങൾ അച്ഛൻ എന്ന രീതിക്ക് എടുത്തോളൂ. അച്ഛനൊന്നും ആവണമെന്നില്ല. ലൈക്ക് ഒരു മാൻ, വളരെ കെയറിങ് ആയിട്ടൊരു പേഴ്സൺ, നിങ്ങൾ ഫാമിലി ടേക്ക് കെയർ ചെയ്യുന്ന ഒരാൾ, ആ രീതിക്ക് പറയാം നമുക്ക്. ഓക്കെ, സോ 2 പൈൽ ഇതാണ് നമുക്ക് ഇന്നത്തെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.